ദുൽഖർ സൽമാൻ DQ. ദുൽഖർ സൽമാനാണ് വിഷയം. ദുൽഖർ സൽമാൻ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DQ ഒരു വിഷയം ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ കശ്മീർ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ട് DQ FBയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. My heart goes out to the victims and their families of the terrible cowardly Pahalgam attack. I cannot fathom the loss they have been experiencing. Kashmir, its beauty, the love and hospitality of its amazing people deserve to be experienced by everyone, especially our countrymen എന്ന് പറഞ്ഞുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു, കശ്മീരികളെയും ചേർത്ത് പിടിക്കുന്നു, ആ ഒരു ആക്രമണത്തിൽ മരിച്ചുപോയ ആളുകളെയും അവരുടെ ഫാമിലിയും ചേർത്ത് പിടിക്കുന്നു എന്നുള്ളൊരു പോസ്റ്റാണ് ദുൽഖർ സൽമാൻ ഒഫീഷ്യലി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഞാൻ നോക്കുന്ന സമയത്ത് മാത്യു സാമുവലിനെ പോലുള്ള ആളുകൾ, ജാമിദ ടീച്ചറിനെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ട് ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, സുരാജ് വെഞ്ഞാറമ്മൂട്, എസ്പെഷ്യലി ദുൽഖർ സൽമാൻ ഒരു വ്യക്തിയുടെ മതം നോക്കി, അയാളുടെ പേര് നോക്കി, ആ മതത്തിനെക്കുറിച്ച് വിമർശിക്കുന്നവർ, ആ മതത്തിലെ മാത്രം നോക്കി വിമർശനങ്ങൾ പറയുന്നവർക്ക് ഇവരുടെ മതമായിരിക്കും പ്രശ്നം. അങ്ങനെ പ്രശ്നമുള്ളവർ ദുൽഖറിനെ വലിച്ചഴച്ച് കൊണ്ടുവന്ന് കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിടുക, സംസാരിക്കുക. ഇപ്പം മാത്യു സാമുവലിൻ്റെ പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന് പറഞ്ഞ് ഈ വർഗീയവാദിക്ക് കശ്മീരിൽ എന്തുണ്ടായി എന്ന് പറയാൻ മടിയാണ്. ഇതാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ വെച്ച മാത്യു സാമുവലിൻ്റെ മനസ്സിനകത്തുള്ള ആ ഒരു വർഗീയ വിഷം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ആ മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള അയാളുടെ ഒരു ദേഷ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ദുൽഖറെ ഫോട്ടോ തന്നെ വെച്ചിട്ടുള്ളത് ഏതാണ്, ആ തൊപ്പിയൊക്കെ വെച്ച് മീശയൊക്കെ വെച്ച് താടി വെച്ചിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ആ ഒരൊറ്റ ഫോട്ടോ ആണ് അയാൾ ഇട്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ദുൽഖർ സൽമാനെ മതം നോക്കി വിമർശിക്കുന്ന കുറേ എണ്ണങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് ആ കൂട്ടത്തിൽ തന്നെ മാത്യു സാമുവലിനെ പോലുള്ള ആളുകൾ അത് ലീഡ് ചെയ്തിട്ട്, ഇപ്പം മാത്യു സാമുവൽ എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, അറിയാൻ വേണ്ടി പറയുകയാണ്. അയാളിപ്പോൾ ഈ പറഞ്ഞ പോലെ മുസ്ലിം മതത്തിൽ മാത്രം ഒരു ഓഡിറ്റ് വെച്ച്, മുസ്ലിങ്ങളുടെ മേൽ മാത്രം ഒരു തരം അയാളുടെ പ്രത്യേക കണ്ണും ഓഡിറ്റും അയാളുടെ പരിപാടികളും, ആ ഒരു റിലീജിയനിൽപ്പെട്ട ആളുകളെ മാത്രം ഇരുന്ന് ക്രിട്ടിസൈസ് ചെയ്യുക, ഇതൊക്കെയാണ് ഇയാളുടെ മെയിൻ പരിപാടി. ഓക്കെ, അപ്പോൾ അയാളൊരു FB പോസ്റ്റ് മാത്രമല്ല, ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. ദുൽഖർ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റാണ്, ഞാൻ ഉറച്ചു നിൽക്കുന്നു. താൻ ഉറച്ചു നിൽക്ക്, ഉറയ്ക്കാതെ നിൽക്ക്, താൻ എവിടെയെങ്കിലും നിൽക്ക്, പക്ഷെ താൻ വീഡിയോ ഇടുന്നത് ഇരുന്നിട്ടാണ്. എന്താ ഇപ്പം നിൽക്കാൻ പറ്റുന്നില്ല, നിന്നിട്ടൂടെ ഉറച്ച് നിൽക്കുന്നവന്. ഇതാണെങ്കിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് മറ്റേ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടതിന് ശേഷം അവിടെ തീരാതെ ആൾ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇയാളുടെ ഒരു സ്റ്റാൻഡ് മനസ്സിലാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു വീഡിയോ ആദ്യം തന്നെ ഇയാൾ തന്നെ വേറെ പ്ലേ ചെയ്യാം. കുമ്പളിയിൽ ജൂയിഷ് ആയിട്ട് രണ്ടാൾക്കാരോട് ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ട് കടയിൽ കയറിയിട്ട് അവർ ജൂയിഷാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴ് കടയിൽ ലൈറ്റ് ഓഫാക്കിയിട്ട് ഇറക്കി വിട്ടവരാ. ഇവര് ഇന്ത്യയിൽ മുഴുവൻ ഇങ്ങനെ ചെയ്യുന്നത്. ഡൽഹിയിലുണ്ടായിരുന്ന പല ആൾക്കാരും, ഞാൻ ഈ താമസിക്കുന്ന ദ്വാരകയിലാണെങ്കിലും നേരത്തെ വസുന്ധര എൻക്ലേവിലൊക്കെ, അവിടെയുള്ള ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയുള്ളവന്മാരെന്ന് ഇവരെ വിശ്വസിക്കത്തൊന്നുമില്ല. അവർക്കറിയുമാരാരാ. ഞാൻ പറയുന്നത് വെറുതെ അല്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ നാഷണൽ സ്പിരിറ്റ് ഉള്ളവർ. ബാക്കി മുഴുവനും മത തീവ്രതയും പാകിസ്ഥാൻ ആശയങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവര്. ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയിൽ. ഞാൻ വീണ്ടും റീട്രിയേറ്റ് ചെയ്യാണ് കാശ്മീരീസ്. എൻ്റെ ഒത്തിരി സംഭവമുണ്ട്. ഞാൻ അവിടെ പോയി താമസിച്ചതാണ് 3-4 മാസം. അവിടെ പല ഭാഗങ്ങളിൽ പോയിട്ട്, അതായത് ഇവർ സെക്യൂരിറ്റി ഫോഴ്സ് ഡ്യുവൽ ഏജൻ്റായിട്ട് പ്രവർത്തിക്കും. സെക്യൂരിറ്റിയുടെ കൂടെ നിൽക്കും, അപ്പുറത്തെ ടെററിസ്റ്റിൻ്റെ കൂടെ നിൽക്കും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഈ ടെററിസ്റ്റുകൾ അവിടെ ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം സംഭവം. ഇവിടെ ഈ ഫാൽഗാൻ നടന്ന ഇഷ്യൂ ഇല്ലേ, അവിടെ ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് അവിടെ എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. ഇയാളുടെ ഒരു ലൈന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഇയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് മൊത്തത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഒരു തരം വേറെ കണ്ണു കൂടിയാണ് ഇയാളെപ്പോഴും കാണുന്നത്. ഇപ്പോൾ ഇയാൾ കശ്മീരികളെ കുറിച്ച് പറയുന്നു, ഇയാൾ കശ്മീരിൽ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറഞ്ഞ കാര്യങ്ങളും, അതായത് കേരളത്തിൽ ഇതിനു മുമ്പ് 2 കശ്മീരികൾ ചെയ്ത ഇൻസിഡൻ്റൊക്കെ ഇയാളെടുത്ത് പറയുന്നുണ്ട്.
എല്ലാ നാട്ടിലും എല്ലാ മതത്തിലും ചില ആളുകൾ, ചില എലമെൻറ്റുകൾ കാണും. അത് വെച്ചിട്ട് മൊത്തത്തിൽ അവരങ്ങനെ ആ റിലീജിയൻ അങ്ങനെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ താൻ പിന്നെ എന്ത് സാമൂഹ്യ നിരീക്ഷകനാണ് എന്നെനിക്ക് മനസ്സിലാകും. താൻ സാമൂഹ്യ നിരീക്ഷകനാണോ അതോ സാമൂഹിക മറ്റേ പറയുന്നില്ല, പറയാൻ വയ്യ, കാരണം അച്ഛൻ്റെ പ്രായമുണ്ട്. കാരണം എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിയേർഡ് ഫീലിംഗ് പോവുകയാണ്, മനസ്സിലായോ? കാരണം സൊസൈറ്റിക്ക് അകത്ത് ഇപ്പോൾ ഇയാളെ കണ്ട് ഇയാളുടെ ചിന്തകൾക്കൊപ്പം പോകുന്ന പലരും ഉണ്ടാവും. ഇയാളെ കണ്ടിട്ട് ചിലപ്പോൾ ഒന്ന് മാറി ചിന്തിക്കുന്നവരുണ്ടാവും. നമ്മളൊപ്പം കോഎക്സിസ്റ്റ് ചെയ്യുന്ന സഹോദരി സഹോദരന്മാരുടെ റിലീജിയനെ സംശയിക്കുക, അവരുടെ റിലീജിയൻ അവർ വളർന്നു വന്നപ്പോൾ പഠിച്ച കാര്യങ്ങളിലേക്കൊരു സംശയം ഇട്ട് കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയാണ് ഈ വ്യക്തിയെപ്പോലുള്ള ആളുകൾ ചെയ്തു വെക്കുന്നത്. ഓക്കെ, പിന്നെ ഇയാളുടെ സ്വഭാവം തന്നെയായിരിക്കും ഇയാൾ ഇടപഴകുന്ന ആളുകളുടെ സ്വഭാവം, മനസ്സിലായോ? അപ്പോൾ ഡബിൾ ഏജൻ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇടപഴകുന്നൊരു വ്യക്തി ആയതുകൊണ്ട് അങ്ങനെയല്ലേ വരൂ. വാട്ട് വി ത്രോ അതല്ലേ നമുക്ക് തിരിച്ചു വരൂ, മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഈ ചങ്ങായിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയുള്ളത്. ഇനി ഇയാൾക്ക് ദുൽഖറിനോടുള്ള ദേഷ്യവും ബാക്കി പരിപാടികളൊക്കെ ഇയാൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്കിൽ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ചില പത്രങ്ങളും ഡിജിറ്റലും അവരൊക്കെ ഇതൊക്കെ വാർത്തയാക്കിയിട്ട് ഞാൻ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുന്നയാളാണ് ഞാൻ. സൽമാൻ ദുൽഖർ, അതായത് മമ്മൂട്ടിയുടെ മകനെ പറ്റിയാണ് ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ പേരിലാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. അതായത് ഇസ്രായേൽ ഹമാസ് അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഈ നമ്മുടെ ദുൽഖർ സൽമാൻ അദ്ദേഹം ഓൾ ദ ഹൈസ് ടു റഫ, അതേപോലെ ഖാൻ യൂനിസ്, പുള്ളി വളരെ ദുഃഖിതനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പം ഉറപ്പായിട്ടും ഇന്ത്യയിൽ എല്ലാവർക്കും ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, പ്രതികരിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ അല്ലെങ്കിലും പ്രതികരിക്കാം. ഇവിടെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, സിനിമാ നടനാണ്. സോ ആസ് യൂഷ്വൽ അത് കഴിഞ്ഞ് ഫാൽഗം, അതായത് കാശ്മീരിൽ ഏകദേശം 28ഓളം പേരെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടു കൊവാർഡ്ലി ആക്ട്. അത് മാത്രമേ ഉള്ളൂ. അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഞാനത് പോസ്റ്റ് ഇട്ടത്. അതായത് അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ഈ സൽമാൻ, അതായത് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ് ഞാൻ ഇയാളുടെ സിനിമ ഒന്നും കണ്ടിട്ടുണ്ട്. ഇയാളുടെ സിനിമ കണ്ടിട്ടില്ല, ഞാൻ സിനിമ കാണാറില്ല. ദുൽഖർ സൽമാൻ ദുൽഖർ എന്ന് പറയുന്നു. പിന്നെ പറയുന്നു ആദ്യം ദുൽഖർ സൽമാൻ ഇട്ടൊരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അയാൾ ഓൾ ഐസ് ഓൺ റഫ എന്നിട്ട സമയത്ത് അയാൾക്ക് കൃത്യമായൊരു മോട്ടീവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫൽഗാം ഇഷ്യൂ വന്ന സമയത്ത് അയാൾ കവേർഡ്ലി ആക്ട് എന്ന് മാത്രം ഇട്ടിട്ട് പോയി. എന്തുകൊണ്ട് അത് ചെയ്തത് മുസ്ലിം തീവ്രവാദികളാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ട് ഈ പറഞ്ഞ ദുൽഖർ സൽമാൻ പറയുന്നില്ല എന്നൊക്കെയാണ് ഇയാൾ ചോദിച്ചു തുടങ്ങുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ താല്പര്യം, അയാളുടെ പൊളിറ്റിക്സ്, അയാളുടെ റിലീജിയൻ, അയാളുടെ ഇഷ്ടമാണ്. രാജ്യത്തിനെതിരാവരുത് എന്നുള്ളതാണ്, മനസ്സിലായോ? രാജ്യവിരുദ്ധമാവരുത്, രാജ്യത്തിനെതിരാവരുത്. അല്ലാത്ത പക്ഷം അയാൾക്ക് അയാളുടെ എന്താ പറയുക പ്രിഫറൻസ്, പേഴ്സണൽ പ്രിഫറൻസ് എന്താണ് ചോയ്സ് എന്നുള്ളത് അയാൾക്ക് അത് ചോയ്സ് അയാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അതിലുള്ള അഭിപ്രായങ്ങൾ അയാൾക്ക് പറയാം. ഈ ഓൾ ഐസ് ഓൺ റഫ എന്നുള്ളത് അന്ന് എനിക്ക് തോന്നുന്നു May 26 എങ്ങാണ്ടാണ്, ഇത് കുറച്ച് മുമ്പ് വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. അത് പോസ്റ്റും അല്ല വന്നിട്ടുള്ളത്, ഐ തിങ്ക് 2024 മറ്റേ സ്റ്റോറി ആയിട്ടാണ് ദുൽഖർ സൽമാൻ ഇട്ടിട്ടുള്ളത്. അന്ന് ദുൽഖർ മാത്രമല്ല, അന്ന് ഇത് സമന്ത ഇട്ടിട്ടുണ്ട്, ടൊവീനോ ഇട്ടിട്ടുണ്ട്, കീർത്തി സുരേഷ് ഇട്ടിട്ടുണ്ട്, പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ, വരുൺ ധവാൻ, കുറേ പേര് ഓൾ ഐസ് ഓൺ റഫ എന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ആക്ച്വലി ഈ പറഞ്ഞ ഇസ്രായേൽ ബോംബിങ്ങിനെ കണ്ടം ചെയ്തിട്ടാണ് അവർ ആ സാധനം ഇട്ടിട്ടുള്ളത്, മനസ്സിലായോ? അത് അവരുടെ താല്പര്യം. അപ്പോൾ അവരങ്ങനെ ഒരു പോസ്റ്റ് അവരിട്ടു. അപ്പം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ഇയാൾക്കത് പറ്റിയില്ല. ഇയാൾ അന്ന് എടുത്തു വെച്ചതാണ് ഈ ദുൽഖർ സൽമാനെതിരെ
ഒരു ഒളിയമ്പ് തോന്നുന്നു. അത് ഇപ്പോഴാണ് ഇയാളുടെ അടുത്ത് അടിക്കുന്നത്. എടേ, നമ്മൾക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആശയങ്ങൾ കാണും, വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, ഐഡിയോളജീസ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളതേ ഐഡിയോളജിക്കും നമ്മളതേ ആശയത്തിലേക്കും വേറൊരാൾ വന്നു നിന്ന് സംസാരിക്കണം എന്ന് പറയുന്ന ഒരു അഡമന്റ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഹൗ ഡെസ്പറേറ്റ്. നിങ്ങളൊരു റിലീജിയനെ പോയിന്റ് ഔട്ട് ചെയ്ത് ആ റിലീജിയനിൽ പെട്ട ഒരാളെ അയാൾ ആ മതം വെച്ച് മാത്രം ഓഡിറ്റ് ചെയ്ത് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ആ മതത്തോടുള്ള നിങ്ങളുടെ വിദ്വേഷവും ഈ ദുൽഖറിനെ പറയുന്നത് തന്നെ വളരെ വ്യക്തമാണ്. ഇയാളുടെ പോസ്റ്റിനടിയിലൊക്കെ ദുൽഖറിനെ കുറിച്ചിട്ട് കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ സെയിം പാറ്റേൺ. ദുൽഖർ എന്ത് ചെയ്തു? ദുൽഖർ വളരെ മാന്യമായിട്ട് അന്നും പോസ്റ്റ് ഇട്ടു, ഇന്നും പോസ്റ്റ് ഇട്ടു. എന്ത് മനുഷ്യന്മാരാണ് ഇവരൊക്കെ? എന്നിട്ട് സിനിമ കാണാറില്ല, പച്ച നോണ വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ അതേ നാവുകൊണ്ട് ഇന്ന് മാറ്റിയും പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനിമ കാണാറില്ല. ഞാൻ അത്ര ബുദ്ധിജീവിയല്ല, അതുകൊണ്ടാണ് സിനിമ കാണാത്തത്. കാണാൻ ഞാൻ പോകാറില്ല. ഇയാളുടെ ഒരു സിനിമ കണ്ടോ, ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ടുണ്ട്. ആ ഒരു മൂവി ഞാൻ കണ്ടിട്ടുണ്ട്. ആ പോടൂ, ഇത്ര നേരം പറഞ്ഞു സിനിമ കാണാറില്ല, ഞാൻ അത്ര ബുദ്ധിജീവിയല്ല, സിനിമ കാണാൻ പോകാറില്ല, സിനിമ കണ്ടിട്ടില്ല ദുൽഖർ സൽമാൻ്റെ. അതേ നാവുകൊണ്ട് ഒറ്റടിക്ക് പറയുന്നു, ഇല്ല ഞാൻ ബാംഗ്ലൂർ ഡേയ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ താൻ ബുദ്ധിജീവിയായോ? അപ്പോൾ താൻ തിയേറ്ററിൽ പോയോ? പിന്നെ എന്തിനാണാവോ ദുൽഖറിൻ്റെ സിനിമ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞത്? ഇതെന്നൊക്കെ തന്നെ മനസ്സിലാവുന്നുണ്ട്. കേരളത്തിലെ പോപ്പുലറായ ഒരു ആക്ടറാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനായ കലാകാരൻ്റെ മകനാണ്. മമ്മൂട്ടി സലഫി പള്ളികളിൽ മാത്രമേ പോവുകയുള്ളൂ, അത് വേറെ കാര്യം. അപ്പം ഞാനതിനെതിരെ പ്രതികരിച്ചു ആസ് എ ജേർണലിസ്റ്റിക്കൽ വേ. അതായത് ഈ പറയുന്ന ദുൽഖർ സൽമാൻ വർഗീയവാദിയാണെന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളാണെന്നും ഞാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ താഴെ ഇഷ്ടം പോലെ പ്രതികരിക്കുന്ന അറിയാമല്ലോ, സുഡാപ്പികളും ഈ പറയുന്ന സോ കോൾഡ് മോഡറേറ്റ് മുസ്ലിംസ് എന്ന് പറയുന്നതിൻ്റെ അകത്തെ ഉള്ളിരിപ്പ് എന്താണ് നമ്മൾക്ക് പോസ്റ്റ് ഇടുമ്പോഴും ഒരു വീഡിയോ ചെയ്യുമ്പോഴും അറിയാൻ സാധിക്കും. സിമ്പിളായത്, ഇതിന് റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിനെപ്പറ്റി എനിക്ക് പ്രതികരിക്കണം. ഈ ദുൽഖറിനെ കുറിച്ച് മാത്രമൊന്നുമല്ല, സാക്ഷാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ, അവനെക്കുറിച്ച് പ്രതികരിക്കണം. മേജർ രവി എന്ന് പറഞ്ഞവനെ കുറിച്ച് പ്രതികരിക്കണം. കേരളത്തിലെ ഈ എഴുത്തുകാരെന്നൊക്കെ പറയുന്ന ഇന്റലക്ച്വൽ സൗമാരെ കുറിച്ച് പ്രതികരിക്കണം. ഒറ്റ അടിക്ക് സംഭവം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിട്ടാണോ മോഹൻലാലിലേക്ക് വൃത്തികെട്ടവൻ എന്ന് പറയാൻ മാത്രം? താൻ ആരടോ താൻ? ഈ എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷമാണ് ഇവനെ പോലുള്ളവർക്ക് മോഹൻലാൽ വൃത്തികെട്ടവനായത്. ഓക്കെ, ദുൽഖറിനെ പിന്നെ അന്ന് സ്റ്റോറി ഇട്ട സമയത്ത് തന്നെ ഓൾ ഐസ് ഓൺ റഫ് ഇട്ടപ്പോൾ തന്നെ വൃത്തികെട്ടവനായി. മേജർ രവി ഇപ്പോൾ വൃത്തികെട്ടവനാവാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേജർ രവി ഇപ്പോൾ വന്നിട്ട് കൃത്യമായിട്ട് അയാൾ ആസ് എ സോൾജിയർ അയാൾ പറഞ്ഞു അവിടെ മതം നോക്കിയിട്ട് ആ പരിപാടി അവർ എക്സിക്യൂട്ട് ചെയ്തത് ഇവിടെ ഇതേപോലെയുള്ള ഇവനെ പോലുള്ള എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റുകൾക്ക്, മതപരമായിട്ട് ആളുകളെ വേർതിരിച്ച് തമ്മിൽ തല്ലിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയിൽ സോഷ്യൽ മീഡിയയിൽ കുത്തിയിരിക്കുന്ന ഇതേപോലുള്ള ആളുകൾക്ക് അവരുടെ ഒരു തരം റിഫ്ലക്ഷനാണ് അവിടെ നടന്നത്. അവരിൽ ഈ നടന്ന സംഭവം ഇവന്മാർ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യും? പിന്നെ സൊസൈറ്റിക്ക് അകത്ത് കൊടുന്ന് വെച്ച് ഈ വേസ്റ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യും? ആളുകളെ തമ്മിലടുപ്പിക്കും മതം പറഞ്ഞിട്ട്. അപ്പം അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം എന്നുള്ളൊരു നല്ല പോയിന്റ് മേജർ രവി പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി? മേജർ രവി ഇവർക്ക് വൃത്തികെട്ടവനായി. എന്ത് അവസ്ഥയുടെ മനുഷ്യൻ്റെ. ഇപ്പം എനിക്ക് ഇത്രയും വയസ്സായി, നിങ്ങൾക്ക് എനിക്ക് 54 വയസ്സായി. അപ്പം നമ്മൾ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ, കഴിഞ്ഞ 30 വർഷത്തെ ഗ്ലോബലായിട്ടുള്ള ടെററിസം നോക്കുവാണെങ്കിൽ, ഈ പാണക്കാട് ഷിഹാബ് അലി തങ്ങൾ പറയുന്നത്, പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറയുന്നത് അതിന് മതമില്ല. അതായത് ടെററിസത്തിന് മതമില്ല, നോൺസെൻസ്. കഴിഞ്ഞ 30 വർഷം കൊണ്ട് മതത്തിൻ്റെ പേരിൽ ഉണ്ടായതാണ് ഇത്രമാത്രം ടെററിസം. എന്നിട്ട് അദ്ദേഹം വലിയ രീതിയിൽ അപലപിച്ചു. പക്ഷേ ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നില്ല. നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതേപോലെ ഇത്രയും ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളെ, അതിനകത്ത് ആണുങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിട്ട് അവരുടെ ട്രൗസർ ഉരിയിട്ട് അല്ലെങ്കിൽ കലിമ ചൊല്ലിച്ചിട്ട് നോൺ മുസ്ലിം എന്ന് പറഞ്ഞ കൊന്ന നിങ്ങൾ കഴിഞ്ഞ 30-40 വർഷം കൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ സംഭവം നിങ്ങൾ എവിടെ ഇന്ത്യയിൽ കേട്ടിട്ടുണ്ടോ? അപ്പം അതാണ് പറയുന്നത് ഇസ്ലാമിക ടെററിസം. ഇതിനെയാണ് ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം.
അപ്പൊ ആ ഒരു വാക്ക് പറയാൻ കഴിയാത്ത ദുൽഖർ സൽമാൻ ആണെങ്കിലും മോഹൻലാലിനാണെങ്കിലും കേരളത്തിലെ വൃത്തികെട്ട ബുദ്ധിജീവി സിനിമാക്കാരാണെങ്കിലും അവർക്കെതിരെ നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ പിന്നെ എന്ത് പ്രതികരണമാണ് നമ്മൾക്കുള്ളത്? മനസ്സിലാക്കണം. ഇത് കാരണം ജിഹാദി ഫണ്ട് മേടിക്കുന്ന കേരളത്തിലെ മീഡിയ ആണെങ്കിലും കേരളത്തിലെ സിനിമാക്കാരാണെങ്കിലും ഇവർക്കൊക്കെ ഭയമെന്ന് പറയുന്നത് ഈ പറയുന്ന ജിഹാദികളെ തന്നെയാണ്. അതാണ് ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം. ഈ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഫാൻ ബേസ് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ അതിനകത്തെ ഇവർക്കൊക്കെ ഒരു പ്രോ, അതായത് ജിഹാദിനെതിരെ മിണ്ടാത്ത, അതായത് ഞാൻ ഈ പറയുന്ന നമ്മുടെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ, അതേപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, ഇവരൊന്നും ഇസ്ലാമിക ടെററൊന്നും ജിഹാദ് എന്ന് ഇതിനെ പറയുന്നില്ല. കാരണം മതമില്ലെന്നാ പറയുന്നത്. മതം മാത്രമാണ് ഇതിനകത്ത്. ഇത് മതമില്ലാതെ എന്ത് ടെററിസമാണ്? ഒരു നോൺ മുസ്ലിമിനെ കൊല്ലുന്നു, പിന്നെ അതിൻ്റെ മതമല്ലേ ഉള്ളത്? ഇപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ ക്വാഡ് എന്ന് പറയുന്നത് മോഹൻലാലാണ്. വൃത്തികെട്ടവൻ, ആ വാക്ക ഉപയോഗിക്കുന്നത്. വെറും വൃത്തികെട്ടവൻ. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മാത്രമൊന്നുമല്ല, ചില കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന് ഫർദർ വീഡിയോ ചെയ്യാം. ചില കാര്യങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി ശേഖരിച്ചുകൊണ്ടിരിക്കുക ഡീറ്റെയിൽസ്. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? അയാളുടെ ഇത്രയും നല്ലൊരു നടൻ ഇതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യം എന്താ? ഇവനെപ്പോലുള്ളവരുടെ ഈ വേസ്റ്റ് ബാഗേജ് പൊളിഞ്ഞത് എവിടെയാച്ചെങ്കിൽ കശ്മീരിൽ നിന്ന് തിരിച്ചു വന്ന ആളുകൾ, കശ്മീരികൾ അവരെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ, പിന്നെ അവിടെ നടന്ന ഇൻസിഡൻറ്റ് മനഃപൂർവ്വം ആളുകളെ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി മിനിമം ബുദ്ധി ഉണ്ടെങ്കിൽ, മിനിമം ഒരു കൂറക്കുട്ടിക്കുള്ള ബുദ്ധിയെങ്കിലും സാമൂഹ്യ നിരീക്ഷകന് തലയ്ക്കകത്തുണ്ട് എന്നുണ്ടെങ്കിൽ മാത്യു സാമുവലിനെ പോലുള്ളവർ, നിങ്ങൾ 20 കൊല്ലം 30 കൊല്ലമായിട്ടുള്ള കണക്കൊക്കെ പറയുന്നുണ്ട് സാമൂഹ്യ നിരീക്ഷണം നടത്തിയതിൻ്റെ. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ? ഇത്രകാലം ഇല്ലാത്തൊരു പുതിയ പാറ്റേൺ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന കശ്മീരിനെയും വളരെ സമാധാന അന്തരീക്ഷത്തിൽ പോണ ഇന്ത്യയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടി. മനസ്സിലായോ? പിന്നെ അത് സംഘ് ചാണ് തലയിൽ വെച്ചിട്ട് സംസാരിക്കുന്ന ആളുകളോട് ഒന്നും പറയാറില്ല. മാത്യു സാമുവൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സ്വയം കോമാളിയാവാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആളപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ അങ്ങനെ തന്നെയാണ് ഇയാളുടെ വീഡിയോസ്. പക്ഷേ ഇത് കുറച്ച് എന്താ അറിയുമോ, ഇതൊരുമാതിരി കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയിപ്പോയി ഇയാൾ. മനസ്സിലായോ? ഇത് തൻ്റെ വീഡിയോ കാണുന്ന എക്സ്ട്രീമിസ്റ്റ് സംഘലമെൻസിന് ചിലപ്പോൾ ഈ സാധനങ്ങളൊക്കെ കയ്യടി ആഘോഷമായിരിക്കും. ദുൽഖർ സൽമാനെ പറഞ്ഞു, അയാളുടെ മതത്തിനെ പറഞ്ഞു, അയാളുടെ ആശയങ്ങളെ പറഞ്ഞു, അല്ലെങ്കിൽ അയാളുടെ സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പോൾ കൈയടിക്കുമായിരിക്കും. അല്ലാതെ ഒരു യങ് ആയിട്ട് കാര്യങ്ങളെ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി ഈസി ആയിട്ട് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന യങ് ജനറേഷൻ തന്നെ പോലെയുള്ള ആളുകളുടെ ഈ എന്താ പറയുക വിഴുപ്പ് കേട്ട് ചുമക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, തൻ്റെ ഏജിലുള്ള വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള കുറേ ആളുകൾ ചിലപ്പോൾ കൈയടിക്കുമായിരിക്കും. പക്ഷെ ഞാനിത് ഇവിടെ എടുത്തു വെച്ച് പറയാൻ കാരണം ഇവനെ പോലുള്ള വിഷം സർട്ടിഫൈഡ് പോയിസൺസിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം സൊസൈറ്റിക്കകത്ത്. കാരണം ഇവൻ നമ്മളൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യില്ല, പക്ഷെ നമ്മുടെ പാരൻസിനൊക്കെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്ത് കളയും ഇവൻ്റെയൊക്കെ സംസാരം. അതുകൊണ്ടാണ് നമ്മുടെ പാരൻസിനോടൊക്കെ പറയണത് ഇമാതിരി വിത്തുകളുടെ വീഡിയോസ് ഒന്നും എടുത്തു വെച്ച് കാണരുതേ എന്നുള്ളത്. ലാലേട്ടനെ പറയുന്നു, ദുൽഖറിനെ പറയുന്നു, ദുൽഖറിൻ്റെ പോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരാൾക്കൊരു പോസ്റ്റ് ഇടാനും പാടില്ലേ? അയാൾ കൃത്യമായൊരു പോസ്റ്റല്ലേ അയാൾ ഇട്ടേ. അപ്പോഴത്തേക്ക് ഇറങ്ങി വന്നിരിക്കുക. അന്ന് റഫ ഓളൈസ് ഓൺ റഫ പറഞ്ഞ ആൾക്ക് ഇവിടുത് മുസ്ലിം തീവ്രവാദമാണെന്ന് പറയാൻ എന്തൊരു മടി. ഞാൻ ചെയ്യും, പ്ലക്കാർഡും കൊണ്ടുപോയിട്ട് ദുൽഖറിൻ്റെ വീടിൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് സമരം ചെയ്യും. വിട്. അല്ലേ ഇങ്ങനെ കുറേ ഈ സൊസൈറ്റിക്കകത്തേക്ക് വിഷം കുത്തി വയ്ക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. കാരണം ഇവർക്ക് ബേസിക്കലി ഇത്രയേ ഉള്ളൂ, വ്യൂവർഷിപ്പ് വേണം, സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യണം. അതിന് ലാലേട്ടൻ കുറേ വൃത്തികെട്ടവനാണെന്ന് പറയണം, ദുൽഖറിനെ കുറേ ചീത്ത പറയണം. ജീവിച്ച് പോകേണ്ട കഞ്ഞിയും കുടിച്ചിട്ട് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ എന്താണ് ദ ബേസിക് ഇഷ്യൂ അല്ലെങ്കിൽ എന്താണ് രാജ്യത്ത് നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സാക്റ്റ് സാധനം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. വിഷയം അതാണ്, വേറൊന്നുമല്ല. ഉള്ള എന്താണെങ്കിലും